തൊഴിലുറപ്പ് തൊഴിലാളിയാണ് സരസ്വതി. ഭർത്താവ് ഹൃദ്രോഗി. മക്കളിലൊരാൾ ചെറുതൊഴിൽ ചെയ്യുന്നു. മറ്റു 2 പേർ വിദ്യാർത്ഥിനികൾ. ആകെയുള്ള 4 സെന്റ് ഭൂമിയിലുള്ള വീടിനുണ്ട് പതിറ്റാണ്ടുകളുടെ പഴക്കം. ചുമരിലും മേൽക്കൂരയിലും തറയിലും കേടുപാടുകളുണ്ട്. അടുത്ത മഴക്കാലത്തെക്കുറിച്ച് ഓർക്കാനേ വയ്യ. എനിക്കിനി ഒരു മഴ പെയ്താൽ സാറേ, ഞാൻ എപ്പോഴും വെള്ളം ചെത്തിയായി പെരയ്ക്കാതിരുന്ന് വെള്ളം കോരി ഇറച്ചാൽ ഞാൻ ഈ വീട്ടിനകത്ത് ഞങ്ങൾ കഴിയുന്നത്. വയ്യാത്ത ചെറുക്കനെ, വയ്യാത്ത മനുഷ്യനെ ഇട്ടിട്ട് ഞാൻ ഇതിനകത്ത് കിടക്കുന്നത്. എനിക്ക് ഒരു നിവൃത്തികേടുണ്ടെന്നാൽ ഞാൻ എങ്ങനെയെങ്കിലും അത് ചെയ്യുമായിരുന്നു. എനിക്ക് നിവൃത്തിയില്ലാത്തത് കണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. മുൻഗണനാ വിഭാഗത്തിന് പുറത്തായിരുന്നു മുൻപ് ഈ കുടുംബം. ലൈഫ് പദ്ധതി ഗുണഭോക്തൃ പട്ടികയിൽ 79ാമത്തെയാളാണ് സരസ്വതി. ജനറൽ വിഭാഗത്തിൽ നിന്നും ഇക്കുറി 30 പേർക്ക് മാത്രമാണ് ഭവന നിർമ്മാണം തുടങ്ങാനായത്. ഒറ്റ ഗ്രാമസഭയ്ക്ക് പങ്കെടുക്കാത്തയില്ല, അപേക്ഷ കൊടുക്കാത്തയില്ല. ഇപ്പം വീടിനുണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ ചിലപ്പം തൊഴിലുറപ്പിൽ നിൽക്കുമ്പോഴായിരിക്കും പുള്ളിക്കാരിയെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപേക്ഷ കൊടുക്കണം, വാർഡ് മെമ്പർമാർ വിളിച്ച് പറയും, കൊടുക്കുന്നുമുണ്ട്, മേടിക്കുന്നുമുണ്ട്, പോവുകയും വരികയും എല്ലാം ചെയ്തു. പക്ഷേ ഈ ഇത്രയും കാലമായിട്ടും ഇവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് ഒരധികാരികളും ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. സരസ്വതിയുടെ വിഷയം ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെന്നും എന്നാൽ മുൻഗണനാ അടിസ്ഥാനത്തിലാണ് ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രതികരിച്ചു. അങ്ങൊന്ന് എടുത്ത് മുന്നിൽ കൊണ്ടുവരാൻ ലൈനപ്പാണല്ലോ ഏതിനും, അതുകൊണ്ടാണ് താമസിക്കുന്നത്. അതുകൂടാതെ ഞാൻ ഇവരുടെ ഫോട്ടോയും ഒക്കെ എടുത്ത് പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ 24 വിളിക്കുമ്പോൾ ഇവർക്ക് മുൻതൂക്കം കൊടുക്കും. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.